പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യേശ്വയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്ത മഹിമയുള്ള പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യേശ്വയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യേശ്വയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഈ ദിവസങ്ങളിൽ ഷലോം ടെലിവിഷനിലൂടെ നാം നടത്തുന്നതായ ഈ ശുശ്രൂഷയിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് വിവേചനത്തിൻ്റെ വരത്തെക്കുറിച്ചാണ്. ശരിയേത്, തെറ്റേത്, തിന്മയേത്, നന്മയേത്, അങ്ങനെ തിരിച്ചറിവിൻ്റെ ഒരു വിവേകത്തിൻ്റെ ഒരു വിവേചനത്തിൻ്റെ ഒരു വരം നമുക്കുണ്ടാകണം. ആ ഒരു വരത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ശുശ്രൂഷയിലൂടെ പ്രാർത്ഥിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് വിശ്വാസത്തെക്കുറിച്ചാണ്. എന്താണ് പ്രാരംഭ വിശ്വാസം, എന്താണ് പൂർണ്ണമായ വിശ്വാസം? ഇന്ന് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത്, ഈശോ നമ്മെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് കൃപയെക്കുറിച്ചാണ്. നമുക്കറിയാം 3 കാര്യങ്ങളാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിത്തറ. 1 വിശ്വാസം, 2 ദൈവകൃപ, 3 ദൈവവചനം. വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ കൃപയും വചനവും നിലനിൽക്കുകയുള്ളൂ. കൃപ അത് കൂദാശകളിലൂടെ നാം ആർജിച്ചെടുക്കുന്നതാണ്. ആരാധനാ ജീവിതത്തിലൂടെ, സഭയിലൂടെ നാം ആർജിച്ചെടുക്കുന്നതാണ്. വചനം അത് ദൈവത്തിൻ്റെ ജീവദായകമായ നിക്ഷേപമാണ്. ഇങ്ങനെ കൃപയും വചനവും വിശ്വാസവുമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അടിത്തറ. ഇന്ന് നമ്മൾ കാണുന്നത് കൃപയെക്കുറിച്ചാണ്. കൃപ നമുക്കറിയാം, ബൈബിളിൽ നമ്മെ പഠിപ്പിക്കുന്ന സുന്ദരമായ ഒരു പാഠമാണ് ദൈവകൃപ. തീത്തോസിൻ്റെ ലേഖനത്തിലെ 2-ാം അധ്യായം 11-12 വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. തീത്തോസ് 2:11-12 എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്കായി ദൈവത്തിൻ്റെ കൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. സ്നേഹമുള്ളവരെ, എല്ലാ മനുഷ്യരുടെയും, ഒരു മനുഷ്യനെ പോലും മാറ്റി നിർത്താതെ എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ കൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാം, കൃപയും സത്യവും യേശുക്രിസ്തു വഴിയാണ് ഉണ്ടായത്. നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവും യേശുക്രിസ്തു വഴിയാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ വരവോടുകൂടി കൃപ എല്ലാ മനുഷ്യർക്കും ലഭ്യമാകാൻ ദൈവം തീരുമാനിച്ചു. എല്ലാ മനുഷ്യരെയും രക്ഷിക്കുന്ന കൃപയാണ് യേശുക്രിസ്തു. അടുത്ത വചനത്തിൽ ഇങ്ങനെ നമ്മൾ കാണുന്നു, നിർമ്മതത്വവും ലൗകിക മോഹങ്ങളും ഉപേക്ഷിക്കുവാനും ഈ ലോകത്തിൽ സമചിത്തതയും നീതിനിഷ്ഠയും ദൈവഭക്തിയുമുള്ള ജീവിതം നയിക്കാനും കൃപ നമ്മെ പരിശീലിപ്പിക്കുന്നു. ശ്രദ്ധിക്കാം, നിർമ്മതത്വം എന്ന് പറഞ്ഞാൽ ദൈവം വേണ്ട എന്നൊരു ചിന്ത. ഈ കാലഘട്ടത്തിൽ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. തനിക്ക് താൻ മതി, അവനവൻ കടമ്പ, ഞാൻ മതി, എനിക്കെല്ലാം മതി, എനിക്കറിയാൻ കാര്യം, എന്നെ ആരും പഠിപ്പിക്കേണ്ട, ദൈവത്തിൻ്റെ ആവശ്യമില്ല. അപ്പം ദൈവം വേണ്ട എന്നൊരു ചിന്ത, ഇതാണ് നിർമ്മതത്വം. ഈ മനോഭാവത്തെയും ലൗകിക മോഹങ്ങളെയും ഉപേക്ഷിക്കാൻ, ഈ ലോകത്തിൽ സമചിത്തതയോടെ നീതിനിഷ്ഠയോടെ ദൈവഭക്തിയോടെ ജീവിക്കാൻ കൃപയാണ് നമ്മെ പരിശീലിപ്പിക്കുന്നത്. കൃപയാണ് നമുക്ക് പരിശീലനം നൽകുന്നത്, പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് കൃപ വളരെ പ്രധാനപ്പെട്ട, നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കൃപ. അതുകൊണ്ട് തിരുസഭയിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന, കൃപയെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു പാഠം. കൃപ 2 തരത്തിലുണ്ട്. ശ്രദ്ധിക്കണം, വളരെ പ്രധാനപ്പെട്ടതാണ്. കൃപ 2 തരത്തിലുണ്ട്. ഒന്ന്, ഒരു പ്രവർത്തക വരപ്രസാദം അഥവാ പ്രവർത്തക കൃപ, എഡിഫൈങ് ഗ്രേസ്. എന്നാൽ മറ്റൊരു കൃപയുണ്ട്, സാങ്ക്ടിഫൈങ് ഗ്രേസ്, ശുദ്ധീകര കൃപ. ഇത് തിരിച്ചറിയണം, ദൈവമക്കൾ തിരിച്ചറിയണം. നമുക്കിത് തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ്. ബൈബിളിലെ ഒരു പാഠത്തിലൂടെ നമുക്ക് അതിലേക്ക് വരാൻ പറ്റും. അതായത് പ്രവർത്തക വരപ്രസാദം. ഇവിടെ ഞാൻ പ്രസംഗിക്കുന്നു, ഇവിടെ കുറേ സഹോദരങ്ങൾ ക്യാമറയും അതുപോലെ തന്നെ നമ്മുടെ ഈ വാർത്തകളൊക്കെ, ഈ സുവിശേഷമൊക്കെ ലോകം മുഴുവൻ എത്തിക്കാൻ വേണ്ടി
ഒരേ ഒരു ടീം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു. ഈ പ്രവർത്തിക്കാൻ ഒരു വരപ്രസാദം വേണം, പാടാൻ ഒരു കൃപ വേണം, കൗൺസിലിങ്ങിന് ഒരു കൃപ വേണം, പഠിപ്പിക്കാൻ ഒരു ഡോക്ടർ നല്ലൊരു ആതുര ശുശ്രൂഷ ചെയ്യാൻ, ഒരു എൻജിനീയർ നന്നായി ഡിസൈൻ ചെയ്യാൻ, കാര്യങ്ങൾ അറിയാൻ, യാത്ര ചെയ്യാൻ, നന്നായി വണ്ടി ഓടിക്കാൻ, പാചകം ചെയ്യാൻ, എന്തിനേറെ ഈ ലോക ജീവിതത്തിൽ ഏത് കാര്യം ചെയ്യണമെങ്കിലും ഒരു കൃപയുണ്ടെങ്കിലേ പറ്റൂ. അതൊരു എഡിഫൈങ് കൃപയാണ്, പ്രവർത്തക വരപ്രസാദമാണ്, അത് ബിൽഡപ്പ് ചെയ്യുന്ന കൃപയാണ്. ഒരു സമൂഹത്തിൻ്റെ സുസ്ഥിതിക്ക്, ഒരു സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് ഈ കൃപ ആവശ്യമാണ്. നമ്മുടെ വ്യക്തിപരമായ വളർച്ചയ്ക്ക്, ഒരു സമൂഹത്തോടുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിന്, ഒരു കുടുംബത്തോടുള്ള നമ്മുടെ കടമ നിറവേറ്റുന്നതിന് ഈ എഡിഫൈങ് ഗ്രേസ് ആവശ്യമാണ്. നന്നായി പ്രാർത്ഥിക്കുന്നവരുണ്ട്, നന്നായി പാടുന്നവരുണ്ട്, നന്നായി പ്രസംഗിക്കുന്നവരുണ്ട്. ഇതിനെല്ലാം ഈ പ്രവർത്തക വരപ്രസാദം ആവശ്യമാണ്, എഡിഫൈങ് ഗ്രേസ്. ഇത് നമ്മുടെ ജീവിതത്തിൽ സമൂഹത്തിന് സുസ്ഥിതിക്ക് ആവശ്യമാണ്, സഭയുടെ വളർച്ചയ്ക്ക് ആവശ്യമാണ്, ഒരു സമൂഹത്തിൻ്റെ കെട്ടുറപ്പിന്, കൂട്ടായ്മയ്ക്ക് ആവശ്യമാണ്, നല്ല ബന്ധങ്ങൾ നിലനിർത്താൻ ആവശ്യമാണ്. കാരണം ഈ ഒരു കൃപയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ നമ്മൾ നിസ്സംഗകരായി മാറും, ഇൻഡിഫറൻ്റായി മാറും. ഇല്ലെങ്കിൽ നമ്മൾ ചലഞ്ചിങ്ങായി മാറും. എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാത്തിനെയും വെല്ലുവിളിച്ച്, എല്ലാത്തിനോടൊരു മല്ലിട്ട്, ഒരു മൂർഖ സ്വഭാവം കാണിച്ച്, ഒരു വിമത സ്വഭാവം കാണിച്ച് ജീവിക്കും. അതുകൊണ്ട് ഈ പ്രവർത്തക വരപ്രസാദമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ലോകത്തിൽ നന്നായി കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. എന്നാൽ സഭ പഠിപ്പിക്കുന്ന മറ്റൊരു വരപ്രസാദമുണ്ട്. അതിൻ്റെ പേരാണ് സാങ്ക്ടിഫൈങ് ഗ്രേസ്, ശുദ്ധീകര കൃപ. പ്രിയപ്പെട്ടവർ, ഇത് മനസ്സിലാക്കാൻ ഈശോ പഠിപ്പിച്ചൊരു പാഠം നമുക്ക് തിരിച്ചറിയാം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21 മുതൽ. കർത്താവേ, കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ, കർത്താവേ, ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ, നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. പ്രിയപ്പെട്ടവരെ, ഈശോ ഒരിക്കൽ തൻ്റെ ചുറ്റും കൂടിയിരുന്നവരോട് പറയുകയാണ്, മക്കളെ, കർത്താവേ, കർത്താവേ എന്നെ വിളിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക. എന്നിട്ട് ഈശോ പഠിപ്പിക്കുന്നൊരു ഉപമയാണ്. അന്ന് എന്ന് ചില ആളുകൾ മരിച്ചിട്ട് സ്വർഗത്തിൽ ന്യായവിധി നടത്തുന്ന ഈശോയുടെ മുമ്പിൽ വരും. സർവത്തിൻ്റെയും ന്യായാധിപതി കർത്താവ് അവനാണ്. അവൻ്റെ മുൻപിൽ വരും. അന്ന് മരിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഈശോയുടെ മുമ്പിൽ വന്നിട്ട് അവർ പറയും, കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു, നിൻ്റെ നാമത്തിൽ പ്രസംഗിച്ചു, അത്ഭുതങ്ങൾ ചെയ്തു, അടയാളങ്ങൾ ചെയ്തു, നിൻ്റെ നാമത്തിലാണ് ഞങ്ങൾ ജീവിച്ചത്. ഉടനെ ഈശോ ചോദിച്ചോ, നിങ്ങളോ? എപ്പോഴായിരുന്നു? ഏതാഴ്ചയിലായിരുന്നു? ഏത് മാസമായിരുന്നു? ഏത് വർഷമായിരുന്നു? ചോദിച്ചോ? ഇല്ല. ഈശോയ്ക്കറിയാം ഇവർക്ക് ഒരു പ്രസാദപരമുണ്ടായിരുന്നു. ഈ മനുഷ്യർക്കെല്ലാം ഒരു വരപ്രസാദമുണ്ടായിരുന്നു, ഒരു കൃപയുണ്ടായിരുന്നു. ഈ കൃപയെന്ന് പറയുന്നത് പ്രവർത്തിക്കാനുള്ള കൃപയാണ്. പ്രസംഗിക്കാനുള്ള കൃപ, പ്രവചിക്കാനുള്ള കൃപ. ഈ ലോകത്തിൽ ഇതെല്ലാം വേണം. പ്രസംഗം വേണം, പ്രവചനം വേണം, അത്ഭുത പ്രവർത്തനം വേണം, വിടുതൽ ശുശ്രൂഷകൾ വേണം, ആരാധനകൾ വേണം, പഠിപ്പിക്കണം, പാട്ടുപാടണം, തൊഴിൽ അഭ്യസിക്കണം, എല്ലാം വേണം. പ്രിയപ്പെട്ടവർ, ഇതിൻ്റെ പേരാണ് പ്രവർത്തക വരപ്രസാദം. പക്ഷേ ഈശോ പറയുകയാണ്, ഈ പ്രസാദവരം കൊണ്ട് ജീവിച്ചത് കൊണ്ട് അകത്തോട്ട് കയറണമെന്നില്ല. ഈ അകത്തോട്ട് കയറുന്നത് വേറെ ഒരു വകുപ്പാണ്. സ്വർഗത്തിൽ പ്രവേശിക്കുക വേറൊരു വകുപ്പാണ്. അതിന് വേണ്ടതാണ് ശുദ്ധീകര കൃപ, സാങ്ക്ടിഫൈങ് ഗ്രേസ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഗ്രേസ് തിരിച്ചറിയാതെ പോകരുത്. ഇത് നമുക്ക് കൂദാശകളിലൂടെയാണ് തിരുസഭ നൽകുന്നത്.
നമ്മെ വിശുദ്ധീകരിക്കുന്ന കൃപ. ഉദാഹരണത്തിന് പത്രോസ്ലിഹായുടെ കാല് കഴുകാൻ ഈശോ വന്നപ്പോൾ പത്രോസ് പറഞ്ഞു, നീ എൻ്റെ കാല് കഴുകരുത്, നീ എൻ്റെ കാല് കഴുകരുത്. ഈശോ എന്താ പറഞ്ഞേ? നിന്നെ ഞാൻ കഴുകുന്നില്ലെങ്കിൽ നിനക്കെന്നോടൊപ്പം പങ്കില്ല, പോർഷനില്ല. ഈ പത്രോസ് ഒരുപാട് പ്രസാദപരമുള്ള ആളാണ്, പ്രവർത്തകപരപ്രസാദമുള്ള ആളാണ്. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ കിട്ടിയ ടീമാണ്. കടലിന് മീതെ 2 സ്റ്റെപ്പാണെങ്കിലും നടന്ന ടീമാണ്. ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട ആളാണ്. പക്ഷേ പത്രോസിന് ഒരിക്കൽ പോലും മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. ഈ കൃപാവരം പോരാ, ഒരു ശുദ്ധീകര കൃപ വേണം. സാങ്ക്ടിഫൈങ് ഗ്രേസ്, കഴുകപ്പെടൽ വേണം. അതിൻ്റെ പേരാണ് വിശുദ്ധ കുമ്പസാരം. പ്രിയപ്പെട്ടവരെ, ഈ സാങ്ക്ടിഫൈങ് ഗ്രേസ് ആണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രവർത്തകപരപ്രസാദം നമുക്കെല്ലാമുണ്ട്. എന്നാൽ എൻ്റെ അന്തരാത്മാവിനെ ശുദ്ധീകരിക്കുന്ന ഒരു കൃപ എന്നിലേക്ക് ഒഴുകണം. നമുക്ക് സാധിക്കുന്നവർ എഴുന്നേറ്റ് നിൽക്കുകയോ കരങ്ങൾ കൂപ്പിപ്പിടിച്ചുകൊണ്ട് ഈ ആരാധനയിൽ ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ഡിസേൺമെൻ്റ് എനിക്ക് തരണം. ശുദ്ധീകരിക്കപ്പെടാതെ ഈ ഭൂമി വിട്ടുപോകാൻ അനുവദിക്കരുത്. ഈശോയോട് ചേർന്ന് നമുക്കൊരു നിമിഷം അവിടുത്തെ പരിശുദ്ധമായ സന്നിധാനത്തെ സാന്നിധ്യബോധത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. ബലഹീനതയിൽ ബലമേകി ബലവാനായവൻ നടത്തിയിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു. കൃപയേ 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 ദൈവകൃപയേ കൃപയേ 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 ദൈവകൃപയേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ നാമത്തിൽ ചേർന്ന് നിന്ന് ജീവിക്കുന്ന ദൈവമക്കളായി തീരുവാൻ, വിശുദ്ധീകരണത്തിൻ്റെ അഭിഷേകം പ്രാപിക്കുവാൻ, വചനത്തിലൂടെ വിശുദ്ധീകരിക്കപ്പെടാൻ, ആത്മശോധനയിലൂടെ വിശുദ്ധീകരിക്കപ്പെടാൻ, കൂദാശ ജീവിതത്തിലൂടെ വിശുദ്ധീകരിക്കപ്പെടാൻ, ആരാധനാക്രമത്തിൻ്റെ അത്ഭുതകരമായ വിശുദ്ധീകരണം സ്വീകരിക്കാൻ, പരിശുദ്ധ കൂദാശകളിലൂടെ വിശുദ്ധീകരിക്കപ്പെടാൻ, തിരുസഭയുടെ എല്ലാ നിക്ഷേപങ്ങൾ തുറന്ന് വിശുദ്ധീകരിക്കുവാൻ കർത്താവേ മനസ്സ് തോന്നണമേ. ഞങ്ങളുടെ അന്തരാത്മാവിനെ വിശുദ്ധീകരിക്കുന്ന, ഞങ്ങളുടെ ക്യാരക്ടറിനെ, സ്വഭാവത്തെ വിശുദ്ധീകരിക്കുന്ന, ഞങ്ങളുടെ ബന്ധങ്ങളെ വിശുദ്ധീകരിക്കുന്ന, തീരുമാനങ്ങളെ വിശുദ്ധീകരിക്കുന്ന ഒരു കൃപ, സാങ്ക്ടിഫൈങ് ഗ്രേസ്, ഞങ്ങളുടെ ആത്മാവിനെ തൊടുന്ന ഒരു കൃപയാണ്. ദൈവസാന്നിധ്യമാണത്. അങ്ങയുടെ ഒരു പരിശുദ്ധമായ ഇടപെടൽ, സ്പർശനം ഞങ്ങൾക്ക് തരണം. ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. എൻ്റെ കൃപ നിനക്ക് മതി, കർത്താവിൻ തിരുവചനം ഈശോ അരുളി ചെയ്തു. എൻ്റെ കൃപ നിനക്ക് മതി, കർത്താവിൻ തിരുവചനം. ദൈവകൃപ വ്യാപരിക്കട്ടെ. അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തിയിടുന്നു. അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തിയിടുന്നു. കൃപയാലേ 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 അനുദിനവും കൃപയാലേ 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 അനുദിനവും കൃപയേ 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 ദൈവകൃപയേ. ഈശോടാത്മാവേ, ഞങ്ങളുടെ വിശുദ്ധീകരണത്തിന്റെ കൃപ നൽകണമേ. വാക്കുകളിലല്ല, പ്രവൃത്തിയിലും ശക്തിയിലും കർത്താവേ അങ്ങയുടെ കൃപ വ്യാപരിക്കണമേ. സ്വഭാവത്തിൽ അങ്ങയുടെ കൃപ വ്യാപരിക്കണമേ. കർത്താവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന കൃപ, ഞങ്ങളെ സ്പർശിക്കുന്ന കൃപ, അഗ്നിയായി ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരുന്ന കൃപ, ഞങ്ങളുടെ സ്വഭാവത്തിൻ്റെ മേൽ അധികാരമുള്ള കൃപ, ഞങ്ങളുടെ ജീവൻ്റെ മേൽ അധികാരമുള്ള അങ്ങയുടെ കൃപ, തുളയ്ക്കപ്പെട്ട അങ്ങയുടെ കരം ഞങ്ങൾക്ക് തരുന്ന കൃപ കർത്താവേ ഞങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. കർത്താവേ, എല്ലാ മക്കളുടെ മേൽ ദൈവകൃപ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ.
കൃപയേ കൃപയേ ദൈവകൃപയേ ഞാനാകുന്നതും കൃപയേ ദൈവകൃപയേ ഞാനാകുന്നതും കൃപയേ ദൈവകൃപയേ കൃപയേ 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 ദൈവകൃപയേ കൃപയേ 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 ദൈവകൃപയേ. ഇരുകരങ്ങളും ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, എല്ലാ കുടുംബങ്ങളിലേക്ക് വിശുദ്ധീകരണത്തിൻ്റെ ഒരു കൃപ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അഗ്നിയായ കൃപ കടന്നു വരണമേ. ഞങ്ങളുടെ സ്വഭാവത്തെ തൊടുന്നൊരു കൃപ, തീരുമാനങ്ങളെ സ്പർശിക്കുന്ന ഒരു കൃപ, ഞങ്ങളുടെ ജീവൻ്റെ മേൽ അധികാരമുള്ളൊരു കൃപ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ തീരുമാനങ്ങളെ നിശ്ചയിക്കുന്ന ഒരു കൃപ, ഞങ്ങളുടെ ഇച്ഛാശക്തിയെ നിയന്ത്രിക്കുന്ന ഒരു കൃപ, ആകാത്തതും വലുതാത്തതും വേണ്ട എന്ന് വെക്കാനുള്ള ഒരു കൃപ. കർത്താവെ, ഞങ്ങളുടെ ബന്ധങ്ങൾ ഞങ്ങളുടെ ജീർണതകളിലേക്ക് നയിക്കുന്നുണ്ടെങ്കിൽ അതിനെ നിർത്തുവാൻ കർത്താവായ ദൈവമേ, സ്വർഗത്തിൻ്റെ കൃപ അഗ്നിയായി വ്യാപരിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ, യുവജനങ്ങളുടെ മേൽ, ഞങ്ങളുടെ തലമുറയുടെ മേൽ സ്വർഗത്തിൻ്റെ അഗ്നി കർത്താവേ അങ്ങ് നൽകണമേ. ഒരു പുതിയ ബന്ധക്കോസ്ത നൽകണമേ. ഒരു വിശുദ്ധീകരണത്തിൻ്റെ അഗ്നി കടന്നു വരണമേ. കർത്താവെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ആത്മാക്കളെ വിശുദ്ധീകരിക്കണമേ. ഏറ്റെടുക്കണമേ. ദൈവസ്നേഹത്തിൻ്റെ ഒരു അനോയിന്റിങ് തരണമേ. ഞങ്ങളുടെ മേൽ സ്വർഗത്തിൻ്റെ ശക്തി വ്യാപരിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അഴിയട്ടെ അഴിയട്ടെ അഴിയട്ടെ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ തിന്മയുടെ ശക്തികൾ വിട്ടുമാറിപ്പോകട്ടെ. അശുദ്ധിയുടെ വഴികൾ മാറിപ്പോകട്ടെ. അശുദ്ധാത്മാക്കളും ദുരാത്മാക്കളും ദുർഭൂതങ്ങളും ഈ കുടുംബങ്ങളിൽ നിന്ന്, ഈ പ്രേക്ഷകരിൽ നിന്ന് വിട്ടുമാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധമായ കൃപ ഞങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. ഒരിക്കൽ കൂടി രടികൾ പാടി ഇവിടുത്തെ ആശീർവാദത്തിന് നമ്മൾ ഒരുങ്ങുകയാണ്. മുട്ടോളമല്ല അരയോളം പോരാ, വലിയൊരു ജീവ നദിയൊഴുക. മുട്ടോളമല്ല അരയോളം പോരാ, വലിയൊരു ജീവ നദിയൊഴുകാൻ. നീന്തിയിട്ടല്ലാതെ കടക്കാൻ വയ്യാത്ത നീരുറവ ഇന്ന് തുറക്കുനാഥ. നീന്തിയിട്ടല്ലാതെ കടക്കാൻ വയ്യാത്ത നീരുറവ ഇന്ന് തുറക്കുനാഥ. കുസ്തനാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാ. പന്തക്കുസ്തനാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാ. ഒരിക്കലും മാറില്ല എന്ന് കരുതുന്ന വിഷയങ്ങളുടെ മേൽ അങ്ങയുടെ സാന്നിധ്യം നൽകണം. കർത്താവേ, ഇടപെടണം ഇടപെടണം. ഈശോയെ, ഒരിക്കലും മാറില്ല എന്ന് കരുതുന്ന വിഷയങ്ങളുടെ മേൽ സ്വർഗത്തിൻ്റെ ശക്തി വ്യാപരിക്കണമേ. ഞങ്ങളുടെ ആത്മാക്കളുടെ മേൽ അധികാരമുള്ള അങ്ങയുടെ ശക്തി വെളിപ്പെടുത്തണമേ. ആത്മമണ്ഡലങ്ങൾ തുറക്കപ്പെടണമേ. ആത്മീയ മണ്ഡലങ്ങൾ തുറക്കപ്പെടണമേ. ആത്മീയ ജ്ഞാനം നൽകണമേ. കർത്താവേ, വിശുദ്ധിയുടെ അഭിഷേകം നൽകണമേ. നിത്യതയുടെ വെളിച്ചം നൽകണമേ. നിത്യജീവനെക്കുറിച്ചുള്ള ബോധ്യം നൽകണമേ. ആത്മാക്കൾ നശിച്ചു പോകാത്ത വണ്ണം ഞങ്ങളുടെ ജീവനെ തൊടണമേ. കർത്താവേ, ഞങ്ങളുടെ ഒരാത്മാവ് പോലും നശിച്ചു പോകാത്ത വണ്ണം കർത്താവായ ഈശോയെ, അങ്ങയുടെ സാന്നിധ്യം വെളിപ്പെടുത്തണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഹൃദയങ്ങളിൽ അങ്ങയുടെ സാന്നിധ്യം വെളിപ്പെടുത്തണമേ. ഹൃദയങ്ങളിൽ അങ്ങയുടെ സാന്നിധ്യം വെളിപ്പെടുത്തണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ആരാധന. സ്നേഹമുള്ളവരെ, ഈശോയുടെ മുമ്പിൽ നമ്മൾ വ്യക്തിപരമായി പ്രാർത്ഥിക്കേണ്ടത് ഈ കൃപയ്ക്ക് വേണ്ടിയിട്ടാണ്. വിശുദ്ധീകര കൃപ. വിശുദ്ധിയോളം വലുത് ഒന്നുമില്ല. അത് നമ്മുടെ സ്വഭാവത്തിൻ്റെ സ്പർശനമാണ്. യെശയ്യായുടെ പുസ്തകം 11-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു. നീതിയും വിശ്വസ്തതയും കൊണ്ട് അവൻ അരമുറുക്കും. ചെന്നായും ആട്ടിൻകുട്ടിയും ഒന്നിച്ചു വസിക്കും. പുള്ളിപ്പുലി കോലാട്ടിൻകുട്ടിയോടുകൂടെ കിടക്കും. പശുക്കിടാവും സിംഹക്കുട്ടിയും ഒന്നിച്ചു മേയും. ഒരു ശിശു അവയെ നയിക്കും. സാധാരണഗതിയിൽ ചെന്നായും ആട്ടിൻകുട്ടിയും ഒന്നിച്ചു കിടക്കാൻ പറ്റില്ല. ചെന്നാ ആട്ടിൻകുട്ടിയെ തിന്നും, ആട്ടിൻകുട്ടിയെ ഭക്ഷിക്കും. പക്ഷേ ബൈബിൾ പറയുകയാണ്, ചെന്നായും ആട്ടിൻകുട്ടിയും ഒന്നിച്ചു കഴിയും എന്ന് പറഞ്ഞാൽ ചെന്നായിയുടെ സ്വഭാവം മാറും. ചെന്നായ്ക്ക് ഇനിയും ആട്ടിൻകുട്ടിയെ ഉപദ്രവിക്കാതെ ജീവിക്കാൻ പറ്റും.
ചെന്നായുടെ ക്യാരക്ടർ മാറും. ഇതാണ് വിശുദ്ധി. വിശുദ്ധി എന്ന് പറയുന്നത് കുറേ ബൈബിൾ വായിച്ചു, പ്രാർത്ഥിച്ചു, കുറേ പാട്ടുപാടി, കുറേ ഉപവസിച്ചു, പള്ളിയിൽ പോയി, അതല്ല. മറിച്ച് സ്വഭാവത്തെ തൊടും. ഒരു ശിശു അതിൻ്റെ മേൽ കൈവയ്ക്കും. സ്വഭാവത്തിൻ്റെ മേൽ ഒരു ശിശു കൈവയ്ക്കും. ഈ ആശീർവാദത്തിൽ അവൻ തുളയ്ക്കപ്പെട്ട കരം നമ്മുടെ സ്വഭാവത്തിൻ്റെ മേൽ വയ്ക്കുകയാണ്. സാങ്ക്ടിഫൈങ് ഗ്രേസ്. അകക്കാമ്പ്, ആന്തരാത്മാവ്, നമ്മുടെ ആന്തരിക മനുഷ്യൻ വിശുദ്ധീകരിക്കപ്പെടണം. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ദൈവമേ, കാലങ്ങളായി എൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു വ്യത്യാസവുമില്ല. ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ ചില ബന്ധങ്ങൾ ഒഴിവാക്കാൻ പറ്റും. ചില തഴക്കദോഷങ്ങൾ വിട്ടുമാറുന്നില്ല. ഈ സാങ്ക്ടിഫൈങ് ഗ്രേസ് എനിക്ക് വേണം. ആഗ്രഹിച്ച് ആശീർവാദം സ്വീകരിക്കുക. കൃപയേ 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 ദൈവകൃപയേ കൃപയേശുവേ കൃപയേ കൃപയേ ദൈവകൃപയേ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന.